കുറേ ദിവസമായാലും നമ്മൾ ഈവനിങ് സ്നാക്സൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ സുലഭമായി കിട്ടുന്നതാ എൻ്റെ കയ്യിൽ അവിലുണ്ട് കേട്ടോ. ഈ അവിൽ വെച്ചിട്ട് 1-2 കുഞ്ഞു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണേ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കല്ലേ. അപ്പോൾ നമ്മൾ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ അവിലിനെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ അവിൽ വേണ്ടത് അത്രയും എടുത്തിട്ടൊന്ന് വറുക്കുക. ഒന്ന് അങ്ങോട്ടും ഇളക്കിയതിന് ശേഷം ആ അവിലിലേക്ക് തന്നെ തേങ്ങ ചിരകി വെച്ചതുണ്ട് കേട്ടോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരുമുരാന വറുത്തെടുക്കണം. അങ്ങനെ കുറേ സമയം ചെറിയ തീയിലിട്ട് അങ്ങനെ കൈവിടാതെ വറുത്ത് നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സംഭവം. അപ്പോൾ ഞാനിത് വാങ്ങട്ടെ. പാത്രത്തിലേക്ക് മാറ്റുന്നത് എന്തിനറിയോ, നമുക്കിതൊന്ന് ചൂടാറി കിട്ടിയിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ചൂടാറി കിട്ടാൻ എന്തായാലും കുറച്ച് സമയം പിടിക്കും. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾക്കൊരു ഐറ്റം കാട്ടിത്തരാം കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാലേ കാണാൻ. അപ്പോൾ നമ്മളെ ഫെദർ പോട്ടിനെ പോലെ ഗ്രാസ് ബോളിനെ പോലെയൊക്കെ ഉള്ള ആർട്ടിഫിഷ്യൽ ഐറ്റമാണ്. കണ്ടോ, ആർട്ടിഫിഷ്യൽ ഓർക്കിഡ് കാണാൻ എന്ത് ഭംഗിയാലേ. അപ്പോൾ ഇത് അവിടെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് പോരെ ചെയ്തത്. കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നിക്കും. കണ്ടോ, അതിൻ്റെ ഈ ഒരു പൂക്കളുടെ ഈ ഒരു ഭാഗമൊക്കെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും ഒറിജിനലാണോ എന്ന് തോന്നിപ്പോവും. പക്ഷേ ഒറിജിനലല്ല, ആർട്ടിഫിഷ്യലാണ്. 4 തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പാറ്റേണുകളാണ് ഉള്ളത്. വളരെ കുറച്ചുള്ളൂ, വീണ്ടും പറയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ചെയ്യാം. നിങ്ങൾക്ക് അത് ഓർഡർ ആക്കും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ അവിലൊക്കെ ചൂടാറിട്ടോ, നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത കടലയാണ്, അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മിക്സീൻ്റെ ജാറിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ കറക്കി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ നിൽക്കട്ടെ. പാനുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട്, അതിലേക്ക് നമ്മൾ ശർക്കര പൊടിച്ചതിട്ട് കൊടുക്കുകയാണേ. ഞാൻ ഒന്നങ്ങോട്ട് കുത്തി പൊട്ടിച്ചതാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നമ്മളിട്ടിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയതാ പാനിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ അരിക്കണം, എന്നിട്ട് ഈ പാനിലേക്ക് തന്നെ ഒഴിക്കണം. കാണിച്ചു തരാം. ആ പാനിലേക്ക് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആദ്യത്തെ ആവിലും ഒരു കടലയില്ലേന്നോ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള അത് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്തു. നമ്മൾ അരിച്ചിട്ടുള്ള ആ ഒരു ശർക്കരേൻ്റെ ആ ഒരു പാനിയും കൂടി ആവശ്യത്തിന് ഇങ്ങനെ കുറച്ച് ചേർക്കാം കേട്ടോ. തീ ഞാൻ കത്തിച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് കത്തിച്ചിട്ടുള്ളേ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നല്ല പോലെ അങ്ങോട്ട് ഇളക്കന്നെ. വീണ്ടും നമ്മളെ ശർക്കരപ്പാനി ഇങ്ങനെ ചുറ്റിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് മധുരം ഉണ്ടാവട്ടെ. എന്നിട്ട് ഇവന്മാരെല്ലാവരും കൂടി വീണ്ടും വരട്ടി എടുക്കാം. ഇപ്പോഴൊക്കെ ചെറിയ തീയിലിട്ട് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാകും. ഇനി കുറച്ച് നല്ല നെയ്യും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടോ. ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോഴേ നമ്മളെ ഈ ഒരു ഐറ്റം വേറെ ലെവലാവും കേട്ടോ. എന്നിട്ട് വീണ്ടും ആ ഒരു നെയ്യിനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ആക്കി കൊടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിലേക്കൊക്കെ കണ്ട് പിടിച്ച് നല്ലൊരു സ്മെല്ലിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇത് വാങ്ങാം കേട്ടോ. ചൂടാറണം, അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണേ. ഇനി നമ്മളെ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർക്കുകയാണേ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇല്ലാതെയും കഴിക്കാം. നമുക്ക് നല്ല രീതിക്ക് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം എന്നിട്ട് ഇതിന്ന് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ഇതേ രീതിക്ക് ഇങ്ങനെ ഉരുട്ടി അങ്ങോട്ട് കൊടുക്കാം. അതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും എടുക്കാം, ഉരുട്ടാം, പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് വലുതായില്ലേ. അപ്പോഴേ ഞാൻ അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 2-3 വലിയ ചെങ്ങായിമാർ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചെന്നോട്. അപ്പോൾ കഴിച്ചിട്ട് തന്നെ പറഞ്ഞോട്ടെ എന്താണെന്നുള്ളത്. കഴിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ നോക്കുക. ഇതെന്താ? അയ്യോ, ഞാൻ നിങ്ങൾക്കൊരു സാധനം തരുമ്പോൾ എനിക്ക് വേറെ സാധനം തരിക. കുറച്ച് റംബൂട്ടാൻ കൊണ്ടുവന്നു കേട്ടോ. ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് നിൽക്കുക. നിങ്ങളെ കാണില്ല, എന്താണ് കണ്ടോ, കുറച്ച് 3 വലിയ മനുഷ്യന്മാരെ കണ്ടില്ലേ. അപ്പോഴേ നിങ്ങൾ കഴിച്ചിട്ട് പറയട്ടോ. കയ്യോ കഴുകിനോ? എന്തേന്ന് പരിപാടി അവിടെ അംഗനവാടിയിൽ? റംബൂട്ടാൻ തന്നെയാണോ? ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ ടേസ്റ്റാണ് കിട്ടണത്, എന്തുകൊണ്ട് ഉണ്ടാക്കിയതാന്നുള്ളത് പറയാൻ കഴിയുമെങ്കിൽ പറയും. ഇടയ്ക്കൊക്കെ വീട്ടിലെല്ലാവരും കഴിക്കുന്ന സാധനം തന്നെ. ആലോചിക്കണോക്കിയാ കിട്ടിയോ എന്നാ പറയും. എടാ ഭയങ്കര എനിക്ക് ടേസ്റ്റ് കിട്ടി. അപ്പോൾ ഓന് മനസ്സിലായിട്ടോ. അപ്പം നിങ്ങൾക്ക് രണ്ടാക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അവനാണ് ഉമ്മേനെ അടുക്കളയെ സഹായിക്കുന്ന ആള്. ആണോ? ഉമ്മേനെ സഹായിക്കലുണ്ടോ അടുക്കളയിൽ? ഉമ്മ എങ്ങനെ ഉണ്ടാക്കിയാലുണ്ടോ? പടച്ചോനെ, എന്നായിക്കോട്ടെ. അടിപൊളി. ഇഷ്ടമായോ നിങ്ങൾക്ക്? ടേസ്റ്റ് ഉണ്ടോ? നിങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലായില്ല അവലാണെന്ന്? ഇപ്പം പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആയിക്കോട്ടെ, എന്നാ എടുത്തോളി, എടുത്ത് കഴിക്കേ.
അവർക്കാണെങ്കിൽ ഭയങ്കര മടി. പേരൊക്കെ അത് പറഞ്ഞെടുക്കേ നമ്മളെ വ്യൂവേഴ്സിന്. ആ ആ പേരൊക്കെ അടിപൊളിയാണ്. എന്നായിക്കോട്ടെ അല്ലേ? ഓക്കെ ശരി ശരി ബൈ ബൈ. അതാ വീണ്ടും നമുക്ക് റംബൂട്ടാൻ കൊണ്ടുവരുന്നത്. അപ്പം ഇങ്ങോട്ട് നോക്കി, ഇവരൊരു മനസ്സിലേ, ഇവർ ഇത്ര ചെറിയ കുട്ടികളല്ലേ, അപ്പം നമുക്ക് വേണ്ടിയിട്ട് റംബൂട്ടാൻ ഓര് തിന്നണേന്നൊരു ഓര് കൊണ്ടുവന്ന് തരികയാണ് കേട്ടോ. അവിടെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണേ. അപ്പോൾ നല്ല മക്കളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ട പിടിച്ചത് മുഴുവനായിട്ട് പ്ലേറ്റിൽ കയറി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മളെ മക്കളവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് ഓരോ ടേസ്റ്റൊക്കെ പറഞ്ഞു പോയിന്. അവിടെ നോക്കി ഒന്നായിട്ട് വായിലിട്ട് ഇവിടെ കുടുങ്ങി പോകും ജന്തുവോ. ആ ചെറുത്, പക്ഷെ അതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് വലുതാണ്. ആ നല്ല ഹെൽത്തി സാധനങ്ങൾ അതിൽ ചേർത്തത്. പ്രത്യേകിച്ച് ആ ഒരു കടല അതൊക്കെയെന്ന് പറഞ്ഞാൽ പൊടിക്കുമ്പോൾ അതിൻ്റെ എണ്ണമയം ഇങ്ങനെ ഇങ്ങോട്ട് ഒരുങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് പോരും. പിന്നെ അവിലൊക്കെ എന്ന് പറഞ്ഞാൽ പൊടിച്ചിട്ട് അത് പിന്നെ ശർക്കര പാനിലിട്ട് കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടി ആ ഒരു വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ചീർത്ത് വരും. അപ്പോൾ അതൊക്കെ എൻ്റെ ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കും. അപ്പോൾ ഒന്നായിട്ട് വായിലിട്ട് കഴിക്കാതെ ഇങ്ങനെ എടുക്കുക. അതാ പറഞ്ഞത് ഞാന്, എനിക്ക് അതിന്റെ ആവശ്യം തോന്നുന്നില്ലല്ലോ. കുറച്ച് ഇങ്ങനെ കഴിക്കാം. പക്ഷെ അത്ര ഡ്രൈ ഒന്നല്ല, കുറച്ചൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. അതൊക്കെ പീനട്ട് ബട്ടർ കഴിക്കുമ്പോ ഉണ്ടാവില്ലേ, നമ്മൾ വായിലിടുമ്പോ ഡ്രൈ തോന്നുകയാണെങ്കിൽ പിന്നെ ഒരു ഇതാവുമല്ലോ, അതേപോലെ കഴിക്കാണ്ട്. ഇവിടെ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ലല്ലോ, ഞാൻ വെറുതെ പറഞ്ഞ ഒന്നായിട്ട് ഒറ്റ വായൊക്കെ അങ്ങോട്ട് ഇട്ടതാണ്. കഴിച്ചു കഴിഞ്ഞു. ടേസ്റ്റ് ഓർക്ക് ഇങ്ങനെ ഇത് പെട്ടെന്ന് അവരാണെന്ന് മനസ്സിലായടാ. പീനട്ടിന്റെ ടേസ്റ്റാ കൂടുതൽ. പീനട്ട് ബട്ടർ ഉണ്ടാക്കുമ്പോ ഇടുന്ന ടേസ്റ്റ് അതാ കിട്ടണേ. പിന്നെ ഞാൻ അത് വിചാരിച്ചു എന്താ ഇതേപോലത്തെ ഉണ്ടകൾ നമ്മൾ കുറെ ഒരുപാട് ഉണ്ടാക്കിന്. പക്ഷെ അതിനൊക്കെ ഏകദേശം ഇതേ ഷേപ്പും കാര്യങ്ങളും ആണേനും, പക്ഷെ അതിന് ടേസ്റ്റ് മാറ്റണം. ഞാൻ വിചാരിച്ചു അതേ ടേസ്റ്റിന് ഇത് ഞാനൊക്കെ എപ്പോഴും നമുക്ക് അവല് കിട്ടുകയാണെങ്കിൽ അപ്പൊ കൊണ്ടുവരും ഇത് കുത്തിന്ന് ഉറ്റും എന്നിട്ട് തരും. അപ്പൊ നമ്മളെ തിന്നാണ്ട് അഭിപ്രായം പറയണം. പക്ഷെ ഇത് അങ്ങനല്ല, മോശമൊന്നുമില്ല. അതാണ് കാണാനൊക്കെ ഒരേപോലെ ആണെങ്കിൽ ആണ് അറിയാം, പക്ഷെ ടേസ്റ്റ് മാറ്റുന്നുണ്ട്. പക്ഷെ ചിലതിലൊക്കെ ഞാൻ ആ പൊട്ടുകടലകൾ അതേപോലെ ഇട്ടുങ്ങാണ്ട് കഴിക്കലുണ്ട്. പൊട്ടുകടലകളല്ല കേട്ടോ, കടല ഒന്നുകൂടി പൊടിച്ചിട്ട് നല്ലോണം പൊടിയാണ് ആക്കിനല്ലോ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കും ചെയ്യും. പിന്നെ ഇതിൽ ഇടയ്ക്ക് കടിക്കണം എന്താ വെച്ചാൽ വെളുത്ത എള്ള് കടിക്കുന്നുണ്ട്. ശർക്കരയൊക്കെ നല്ല പാകത്തിന് തന്നെ അല്ലേ മധുരമൊക്കെ. പിന്നെ ഇത് പുറത്ത് വെച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ല. അതുകൊണ്ട് ഇതെന്തായാലും കൈ പിടിച്ചിരിക്കണ്. ഇതിപ്പോ ഇത് തീർന്നാലും അടുത്ത സെറ്റ് കിട്ടാനില്ലല്ലോ. എനിക്ക് ബേജാറ്. ഇതാകെ തന്നെ ഉള്ളൂ കേസ്. ഇത് കണ്ടപ്പോ ഒരു പൂതിക്ക് തോന്നിയപ്പോ അങ്ങനെ എടുത്ത സംഭവമാണ്. സംഭവം ഒറിജിനലിന്റെ അതേ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ നമ്മളെ ഗ്രാസ് ബോളും ഫെദർ ബോട്ടൊക്കെ ഒരുപാട് പേര് വേണമെന്നൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാരുടെ പേര് ഞാൻ സേവ് ഒക്കെ ചെയ്ത് വെക്കലുണ്ടായിരുന്നു കേട്ടോ. കാരണം സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ വന്ന് അറിയിക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഫെദർ ബോട്ട് അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിന് ഏകദേശം. ഗ്രാസ് ബോൾ പിന്നെ ആവശ്യത്തിന് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യം സ്റ്റോക്ക് എടുത്ത് വെച്ച്, കാരണം ഇത് പിന്നെയും 10-2-3 മാസം വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വിചാരിച്ചാല്, അപ്പൊ ഓരോ പേരൊക്കെ സേവ് ചെയ്ത് വെക്കുമ്പോൾ ഓരോ നമ്മളെ പേര് സേവ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് വെക്കണേ കാണും. അങ്ങനെ ഞാൻ ഇതൊക്കെ സ്റ്റാറ്റസ് വെച്ചിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇതിന്റെ മുന്നേ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിപ്പോയി. കാണാനിത് വാങ്ങും എന്തായാലും, ഇത്രയും ഭംഗിയുണ്ട് കാണാൻ. ആദ്യം നമ്മൾ വന്നാൽ തന്നെ നമ്മൾ ഒന്നുകിൽ ഈ വീഡിയോയിൽ അറിയിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സ്റ്റാറ്റസ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മളും സേവ് ചെയ്യും. അപ്പൊ കാണാൻ കഴിയും. അങ്ങനെ പുതിയ ന്യൂ ലോഞ്ചസ് ഒക്കെ ഇതൊക്കെ അതേപോലെ വന്ന ന്യൂ ലോഞ്ചാണ്. പക്ഷെ നമുക്കിത് ഇഷ്ടം തോന്നി അങ്ങനെ എടുത്ത സംഭവം. ഏതായാലും ഇത് ഇത്രേ ഉള്ളൂ. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആയിട്ട് നമുക്ക് കൊടുക്കാം. ഒന്നും കുഴപ്പമില്ല. ഇതിന്റെ ചാർജ് മാത്രമേ വരുള്ളൂ. ക്യൂട്ട് സാധനമാണ്. ഇതാ കുഞ്ഞു സാധനമാണ്. ഇത്ര വലിപ്പേ ഉള്ളൂ. വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും ഇത്രേ വലിപ്പേ ഉള്ളൂ. ഒരു ഇത്ര അപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അവലിൻ്റെ വിഭവം ഉണ്ടാക്കി നോക്കും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ച് കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ സേഫായിട്ടൊക്കെ ഇരിക്കുക. സാധനങ്ങൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.